ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഊട്ടി യാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മസിനഗുഡി ജംഗ്ഷനിൽ നിന്ന് 6 കിലോമീറ്റർ വലത്തോട്ട് പോയാൽ സിംഗാര എന്ന ഗ്രാമവും ഇടത്തോട്ട് 10 കിലോമീറ്റർ പോയാൽ മോയാർ എന്ന ഗ്രാമവുമാണ്. സിംഗാര ഗ്രാമത്തിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. ആദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മിഴി പെയ്തു തോന്നൊരു സായന്തനത്തിൽ മഴയായി ചാറിയധാരേ ദളമർമരം നേർത്ത ചില്ലകൾക്കുള്ളിൽ കുയിലായി മാറിയതാരേ അവളുടെ കവിളിൽ തൊടുവിരലാലെ കവിതകളെഴുതിയതാരേ മുകളിതയാക്കിയതാരേ അവളെ പ്രണയിനിയാക്കിയതാരേ വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളിയുറങ്ങി നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. കൊടുങ്കാടിനുള്ളിൽ 2 ഗ്രാമങ്ങൾ, നല്ല വൃത്തിയുള്ള റോഡും വളരെ സൈലൻ്റായ സ്ഥലവും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനോ അവയെ കാണുമ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവയുടെ ഫോട്ടോ എടുക്കാതിരിക്കാനും ശ്രമിക്കുക. ഇത് അപകടം വിളിച്ചു വരുത്തും. ഒഴുകുന്ന താഴം പൂമണമിതു നാമിന്നും പറയാതെ ഓർത്തിടും അനുരാഗാനം പോലെ ഒരു കുന്നു കൂടുന്നിതാ ഒരു കുന്നു കൂടുന്നിതാ മലർ കൊമ്പിലേതോ കുയിൽ കടൽ പെറ്റൊരീ മുത്തു ഞാനെടുക്കും കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണി ശംഖുകളായി കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ. ഗൂഡല്ലൂർ മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്ന ചുറ്റുമുള്ള കാടിൻ്റെ നടുവിലുള്ള ഗ്രാമങ്ങളാണിവ. കനിവാർന്ന രാത്രി വിളിനിൽ അഴകിൻ്റെ പീലി നീർത്ത ഊഞ്ഞാലിടാം പൂപ്പാലയിൽ തിങ്കൾ കൊതുമ്പിൽ പാലാഴി നീന്ത പൊന്നിളം കിളികളെ കളിയാടിവാ മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിരാട തരാ നറുപൂവിതളിൽ മധുരം പകരാൻ ചെറുപൂങ്കാറ്റായി
മെല്ലെ താരാട്ടാം എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗം. വർഷങ്ങൾ പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളിയും സെമിത്തേരിയും അവിടെയുണ്ട്. ഇവിടെ ഉള്ളത് ഒരു ഡാമാണ്. ഈ ഡാമിൽ നിന്നുള്ള വെള്ളം ശുദ്ധീകരിച്ചാണ് കുടിവെള്ളം ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങി അവിടെ വീഡിയോ എടുക്കാനോ അവിടെ ഇറങ്ങി നമുക്ക് അതൊന്ന് വിസിറ്റ് ചെയ്യാനോ അവിടെ അനുവദിക്കില്ല. അവിടെ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുറ്റം നിറയെ മിന്നിപ്പടരും മുല്ലക്കോടി പൂത്ത കാലം, തുള്ളിത്തൂടിച്ചും തമ്മിൽ കൊതിച്ചും കൊഞ്ചിക്കളിയാടി നമ്മൾ നിറം പകർന്നാടും നിനവുകളെല്ലാം കതിരണിഞ്ഞൊരുങ്ങും മുമ്പേ ദൂരെ പറയാതെ അന്നു നീ മാഞ്ഞു പോയില്ലേ. നിലാവേ മായുമോ കിനാവും നോവുമാ. കാടിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവർക്ക് ഇതൊരു പുതിയ അനുഭൂതിയായിരിക്കും. മഴ ചെറുതായിട്ട് ചാറി നിൽക്കുന്ന സമയത്തൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവിടെ പച്ചപ്പൊക്കെ ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ ഉണ്ടാവും. അല്ലാത്ത സമയത്ത് നമ്മളെ ഉണങ്ങി വരേണ്ട സ്ഥലമായിരിക്കും ഇതൊക്കെ. ഇപ്പം ഞാനിപ്പോൾ മഴ പെയ്ത സമയത്ത് പോകുന്നത് കൊണ്ടാണ് ഇത്രയും പച്ചപ്പും ഇതൊക്കെ ഉള്ളത്. വേറെ നമുക്ക് അവിടെ കാണാനായിട്ട് എക്സ്ട്രാ ഒന്നുമില്ല. പോലീസ് സ്റ്റേഷനും പിന്നെ ഈ പറഞ്ഞ ക്രിസ്ത്യൻ പള്ളിയും പിന്നെ ഈ ഡാമും പിന്നെ കുറച്ച് മൃഗങ്ങളെ കാണാൻ കഴിയും. അത് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ മൃഗങ്ങളെ കാണാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മയിൽ, ആന, മാന് എന്നീ മൃഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാൻ കഴിയും. തിരിയിട്ടു കൊളുത്തിയ 1000 വിളക്കുകൾ എരിയും നമ്പരടയിൽ തൊഴുതുവലം വെച്ച് തുളസി കതിർ വെച്ച് കളഭമണിയുന്നു പൂനിലാവ്, കളഭമണിയുന്നു പൂനിലാവ്. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിലെ മാണിക്യച്ചെപ്പ്, വിണ്ണിൻ മാണിക്യച്ചെപ്പ്. അങ്ങനെ നമ്മൾ മോയാർ ഗ്രാമമൊക്കെ കറങ്ങി അങ്ങനെ നമ്മൾ തിരിച്ച് മസനഗുഡിയിലെത്തി. ഇനി മസനഗുഡി സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് 29 കിലോമീറ്റർ പോകണം നമുക്കിനി ഊട്ടിക്ക് പോകാൻ. 36 ഹെയർ പിന്നാണ്, അപകടകരമായ 36 ഹെയർ പിന്നൊക്കെ താണ്ടി നമ്മൾ ഊട്ടിക്കാണ് യാത്ര തിരിക്കുന്നത്. ഊട്ടി വിശേഷങ്ങളൊക്കെ നമ്മളുടെ വീഡിയോയിലുണ്ട്, എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.